Welcome to Garam Masala, the magic spices of cooking. കനലില്ലാതെ ദം ബിരിയാണി തയ്യാറാക്കിയെടുക്കാനുള്ള 2 ടിപ്പുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വിറകടുപ്പില്ലാത്തവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് കനലിൽ വെച്ച് ബിരിയാണി ദം ചെയ്തെടുക്കുക എന്നത്. വിറകടുപ്പിൽ തയ്യാറാക്കിയെടുക്കുന്ന ബിരിയാണിയാണ് ഏറ്റവും അധികം ടേസ്റ്റ് ഉണ്ടായിരിക്കുക. സാധാരണ ബിരിയാണി തയ്യാറാക്കേണ്ടത് വിറകടുപ്പിലാണ്. അങ്ങനെയെങ്കിൽ കനൽ വെച്ച് നമുക്ക് ബിരിയാണിയെ ദം ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുകയാണെങ്കിലും അവസാനം കനൽ വെച്ച് ദം ചെയ്തെടുത്താൽ മതി. ബിരിയാണി ദം ചെയ്തെടുക്കേണ്ട പാനിൽ റൈസും സ്പൈസസും മീറ്റുമെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന്റെ മുകളിലായി പാനിന് പാകത്തിലുള്ള അടപ്പ് വെക്കണം. പാനിന്റെയും അടപ്പിന്റെയും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മൈദ മാവ് ഉപയോഗിച്ച് നന്നായി സീൽ ചെയ്തെടുക്കണം. ഇതിന്റെ മുകളിലായി നമുക്ക് കനൽ കോരിയിടണം. അതിനുശേഷം ഒരു വെയിറ്റ് വെച്ചു കൊടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബിരിയാണി പാനിനെ 1 മുതൽ 2 മണിക്കൂർ വരെ വെക്കണം. അതിനുശേഷമാണ് ബിരിയാണി പാൻ തുറക്കേണ്ടത്. ഈ സമയം കൊണ്ട് റൈസും മീറ്റും എല്ലാം ആവിയിൽ കിടന്ന് നന്നായി കുക്കായി വരും. മസാലയെല്ലാം നന്നായി പിടിക്കും. പാൻ തുറന്നതിന് ശേഷം റൈസും മസാലയും നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല ഫ്ലേവറോട് കൂടിയ സ്വാദിഷ്ടമായ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വിറകടുപ്പില്ലാതെ എങ്ങനെ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് അടികട്ടിയുള്ള നല്ലൊരു പാൻ വേണം. നല്ല കനമുള്ള ഗ്ലാസ് ടോപ്പോട് കൂടിയ പാൻ ആയിരിക്കണം ഇത്. എങ്കിൽ മാത്രമേ ഈ പാനിൽ ബിരിയാണി ദം ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. മീറ്റും സ്പൈസസും റൈസും എല്ലാം ഈ പാനിൽ സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ദോശ പാൻ ചൂടാക്കിയെടുക്കാം. ഇതിന്റെ മുകളിലായി നമ്മുടെ ബിരിയാണി പാൻ വെക്കണം. ഇതിനെ 3 മുതൽ 4 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം. 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ പാൻ തുറന്നു നോക്കാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. അടി കട്ടിയുള്ള ഒരു പാനാണ് ഇതിനു വേണ്ടിയും എടുക്കേണ്ടത്. റൈസും മീറ്റും സ്പൈസസും എല്ലാം പാനിൽ സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്കൊരു അലുമിനിയം ഫോയിൽ എടുക്കാം. ഈ പാനിനെ ഫോയിൽ കൊണ്ട് കവർ ചെയ്യണം. നന്നായി കവർ ചെയ്തെടുക്കണം. എയർ ഒന്നും പുറത്തോട്ട് പോകരുത്. ഇനി നമുക്കൊരു ദോശ പാൻ ചൂടാക്കിയെടുക്കാം. നമ്മുടെ ബിരിയാണി പാനിനെ നമുക്ക് ഗ്യാസ് ടോപ്പിലോട്ട് വെക്കാം. ബിരിയാണി പാനിന്റെ മുകളിലായി ഈ ദോശ പാൻ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം. കുറഞ്ഞത് 5 കപ്പെങ്കിലും വെള്ളം ഉണ്ടായിരിക്കണം. നല്ല തിളച്ച വെള്ളത്തിനെ ചൂടായ ദോശ പാന്റെ മുകളിലോട്ട് വെക്കണം. ഇതിനെ നമുക്ക് ദം ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് വരെ ഇതിനെ വേവിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം കുറയ്ക്കണം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറഞ്ഞത് 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ഇതിനെ ദമ്മിൽ വെക്കണം. അതിനുശേഷം നമുക്ക് പാൻ തുറക്കാം. അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തത് കൊണ്ട് തന്നെ ചൂട് ഒരിക്കലും പുറത്തോട്ട് പോവുകയില്ല. നമുക്ക് റൈസും മസാലയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായിട്ടുണ്ട്.